ശബരിമലയിൽ ഓരോ വർഷവും എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുമ്പോൾ ശബരിമലയുടെ വികസനത്തിന് പുതിയ വഴിവെട്ടുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ. നാളെയാണ് അയ്യപ്പ സംഗമത്തിന് തുടക്കമാവുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ശനിയാഴ്ച മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പമ്പയിൽ നടക്കുന്ന സംഗമത്തിൽ 3000-ഓളം പേർ പങ്കെടുക്കും. പരിപാടിയുടെ അവസാനവട്ട ഒരുക്കങ്ങൾ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. ആദ്യം മന്ത്രിയുടെ വാക്കുകളിലേക്ക്. പൊതുവിൽ ദിവസങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. പന്തലുകൾ എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഭക്ഷണത്തിന്റെ ക്രമീകരണങ്ങളായി കഴിഞ്ഞു. നമുക്ക് 3000 പേരെയാണ് നമ്മൾ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും ഏതാണ്ട് 5000-ഓളം പേർ ഇതിനോടകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ കൃത്യമായ ഒരു നോംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ദേവസ്വം ബോർഡ്. ഉണ്ടാക്കിയ നോംസിന്റെ അടിസ്ഥാനത്തിൽ അത് 3000-3500 ലിമിറ്റ് ചെയ്യാനായിട്ട് പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി അതോടെ അനൗൺസ് ചെയ്യുന്നു. അപ്പോ എത്തിച്ചേരുന്ന എല്ലാവരും കൃത്യമായി നമുക്ക് സ്വീകരിക്കാനും സംഘം അങ്ങനെ നടത്താനും ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ലോകത്തുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിൽപ്പെട്ടവർക്കെല്ലാം എല്ലാ വ്യത്യസ്ത ജാതി മതങ്ങളിൽപ്പെട്ടവർക്കൊക്കെ ഈ മഹത്തായ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ആ വിശ്വമാനവയുടെ സന്ദേശം ഉയർത്തുന്ന ആ തീർത്ഥാടന കേന്ദ്രം ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ആത്യന്തികമായ ലക്ഷ്യമാണ് അയ്യപ്പ സംഗമത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെ എന്തിനാണ് എതിർക്കുന്നത്? അതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികളല്ല. സുജു ടി ബാബു ചേരുകയാണ്. സുജു, പമ്പയിൽ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു. നമുക്കറിയാം, കാലം അതിവേഗം മാറുകയാണ്. ശബരിമലയെ സംബന്ധിച്ചും ഓരോ വർഷവും എത്തുന്ന ഭക്തന്മാരുടെ എണ്ണത്തിൽ വലിയ തോതിലാണ് വർധനവ് ഉണ്ടാകുന്നത്. നേരത്തെ ദേവസ്വം ബോർഡും സർക്കാരും മാത്രമായിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാം ഇടപെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഈ കാലത്തിൻ്റെ ഒരു മാറ്റം ഉൾക്കൊള്ളുകയും കൂടുതൽ ആൾക്കാർ എത്തുകയും മറ്റ് എല്ലാ മേഖലയിലും ആ ഒരു പുരോഗതി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ശബരിമലയിലും അതിനനുസൃതമായൊരു മാറ്റം ഉണ്ടാകണം. അയ്യപ്പ ഭക്തന്മാരായ കോടിക്കണക്കിന് മനുഷ്യർ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. അവരിൽ തന്നെ വ്യത്യസ്ത ആശയങ്ങളുള്ളവരുണ്ട്. അവർക്ക് ശബരിമലയുടെ ആ പരിപാവനത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ, അവർക്ക് മെച്ചപ്പെട്ട ദർശന സൗകര്യങ്ങളെല്ലാം ഒരുക്കാനാവശ്യമായ ചിന്തയും ഐഡിയയും ഒക്കെ ഉള്ളവരുണ്ട്. അവരെല്ലാം ഒന്ന് കൂട്ടിയോജിപ്പിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ഭാവിയിലേക്കുള്ള ഒരു വഴി തുറക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായെന്ന് മന്ത്രി പറയുന്നത് കേട്ടു. എന്തൊക്കെയാണ് പമ്പയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ഷമി, തീർച്ചയായിട്ടും സർക്കാർ ശ്രമിക്കുന്നത് അതുതന്നെയാണ്. അതായത് ശബരിമലയുടെ സമഗ്ര വികസനമാണ്. ശബരിമല ഒരു വിശ്വ തീർത്ഥാടന കേന്ദ്രമാക്കാൻ തന്നെയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 3 പ്രധാന ചർച്ചകളായിരിക്കും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നടക്കുക. പ്രധാനമായി ശബരിമല മാസ്റ്റർ പ്ലാൻ വികസനം, സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട്, തീർത്ഥാടന കാലത്തെ സുരക്ഷിതത്വവും തിരക്ക് നിയന്ത്രണം എന്നീ 3 വിഷയങ്ങളിൽ 3 വ്യത്യസ്ത ഹാളുകളായി ചർച്ച നടക്കും. അതിൽ പ്രമുഖരാണ് ഈ ചർച്ചകൾ അതിന് മുൻ നയിക്കുക. മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ, മുൻ DGP-മാരായ ജേക്കബ് പുന്നൂസ്, A ഹേമേന്ദ്രൻ, ടൂറിസം സെക്രട്ടറി തുടങ്ങി നിരവധി പരിചയസമ്പന്നരായ ആളുകൾ തന്നെയാണ് ഈ 3 വിഷയങ്ങളുള്ള ചർച്ചകൾ നയിക്കുക. അതിന് മോഡറേറ്റർമാരായി പ്രവർത്തിക്കുക. ഈ പങ്കെടുക്കുന്ന പ്രതിനിധികളിൽ പല ആളുകൾക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരവും സർക്കാരൊക്കെ ഒരുക്കും. അങ്ങനെ ശബരിമലയുടെ സമഗ്ര വികസനത്തിനായി ഒരു ചർച്ചയ്ക്ക് വേദി ഒരുക്കുക, അല്ലെങ്കിൽ വ്യക്തമായൊരു പ്ലാൻ തയ്യാറാക്കാൻ സാധിക്കുക എന്നതാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ കൂടെ സർക്കാർ ലക്ഷ്യമാക്കി വിടുന്നത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും ദേവസ്വം ബോർഡും അതുപോലെ സർക്കാരും കണക്കാക്കുന്നു. ഇത് നടപ്പാക്കുന്നത് തന്നെ ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി വാർഷികത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റായി മന്നത്ത് പത്മനാഭനാണ് ആകുന്നത്. അതിനുശേഷം നമുക്കറിയാം ദേവസ്വം ബോർഡിൻ്റെ ചരിത്രം. ആ ചരിത്രത്തിൽ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്ന് തന്നെയാണ് ശബരിമല ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ചർച്ച
ചർച്ചയിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നത്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 3 പ്രധാന വേദികളുണ്ടാകും. ഒന്ന് ശ്രീരാമ സങ്കേതം ഓഡിറ്റോറിയം പമ്പയിലെ, മറ്റൊന്ന് പ്രധാന വേദി, അവിടെയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. വലിയ ജർമ്മൻ പന്തലാണ് അതിനായി ഒരുക്കിയിരിക്കുന്നത്. പടുകൂറ്റൻ പന്തൽ തന്നെയാണ്. മറ്റൊന്ന് ഹിൽ ടോപ്പിലും. അങ്ങനെ ഹിൽ ടോപ്പിലെ 3 വേദികൾ. സമീപത്ത് തന്നെ ശുചിമുറിയുടെ പ്രത്യേക പന്തലുണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട് താൽക്കാലിക അടിസ്ഥാനത്തിലുള്ളത്. അതുപോലെ ഭക്ഷണം നൽകാൻ വേണ്ടിയുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ. അങ്ങനെ വരുന്ന പ്രതിനിധികൾക്ക് വിദേശത്ത് 3000-ലധികം ആളുകൾ ഇതിൽ പങ്കെടുക്കും. 4500-ഓളം രജിസ്ട്രേഷൻ പൂർത്തിയായിരുന്നു. എന്നാൽ അതിനെ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ലിമിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ശബരിമലയിലെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പമ്പയിലാണ് നടക്കുന്നത്. പമ്പയിൽ സാധാരണ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ നിഷ്ഠകളും പാലിക്കേണ്ടതായിട്ടില്ല. എന്നാൽ പോലും പമ്പയിൽ ശബരിമലയിലെ കാത്തുസൂക്ഷിക്കേണ്ട അതിൻ്റെയായ ആചാരങ്ങളും ആ കാര്യങ്ങളൊക്കെ എത്തരത്തിലാണോ കാത്തുസൂക്ഷിക്കേണ്ടത് അതെല്ലാം പരിപാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും ആഗോള അയ്യപ്പ സംഗമം നടക്കുക. വിദേശത്ത് വരുന്ന പ്രതിനിധികൾക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് എടുത്തു പറയേണ്ടതാണ് കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ, പ്രബല സമുദായ സംഘടന SNDP, NSS, KPMS, അതിൽ വെള്ളാപ്പള്ളി നടേശൻ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. KPMS, കേരള ദളിത് ഫെഡറേഷൻ തുടങ്ങി അങ്ങനെ കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളും ഹിന്ദു സംഘടനകളൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ എല്ലാം പിന്തുണ നൽകിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളുടെയും തീർത്ഥാടകരുടെയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ശബരിമലയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന തരത്തിലെ ചർച്ചകളുമായിരിക്കും ഇവിടെ നടക്കുക. ഷമി, സുജു, നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിൽ നിന്നും ചില എതിർപ്പുകളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും ഈ അയ്യപ്പ സംഗമത്തെ ഏതാണ്ട് പൂർണ്ണമായും ഉൾക്കൊള്ളുകയാണ്. നേരത്തെ സുജു പറഞ്ഞതുപോലെ സാമുദായിക സംഘടനകളെല്ലാം അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് മേഖലകളിൽപ്പെട്ട ആൾക്കാർ ഇതിന് ഒരു എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. പലപ്പോഴും ഈ ദർശനത്തിനെത്തുന്ന ഭക്തന്മാർ അവർ പല മേഖലയിൽ നിന്നുള്ളവരാണ്. പല മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെത്തുന്ന സമയത്ത് പലപ്പോഴും അവരുടെ ആശയങ്ങൾ, അവരുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട വികസന നിർദ്ദേശങ്ങളൊക്കെ പല പല തലങ്ങളിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടവരെ ഒക്കെ അറിയിക്കും, അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ദേവസ്വം മന്ത്രി അടക്കമുള്ളവരെ അറിയിക്കാറുണ്ട്. പക്ഷേ അത്തരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആ നിർദ്ദേശങ്ങൾ അതിൽ പലതും വളരെ മൂല്യമുള്ളതാണ്. ശബരിമലയുടെ വികസനത്തിന് ഒരുപാട് കാര്യങ്ങൾ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളിലൂടെ ചെയ്യാൻ കഴിയും. അതെല്ലാം ഉൾക്കൊണ്ടും അത്തരം നിർദ്ദേശങ്ങൾ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടുമാണ് ഇത്തരത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന, അവരുടെ നിർദ്ദേശങ്ങൾ വെക്കാൻ കഴിയുന്നത്. ഇവിടെ ചിലർ പറയുന്നത് പോലെ അതെന്തോ ഒരു ഫണ്ട് സമാഹരിക്കാനുള്ള ഒരു വേദിയാണ് എന്ന മട്ടിലാണ് സംഘപരിവാറുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാർ പ്രചരണം നടത്തുന്നത്. അവർക്ക് ഒരുപക്ഷെ ഇടത് സർക്കാർ ഇത്തരത്തിലൊരു പരിപാടി ശബരിമലയുടെ ഒരു വികസനം കൊണ്ടുവരുന്നു, കൂടുതൽ മെച്ചപ്പെട്ട ദർശന സൗകര്യങ്ങൾ ഒരുക്കുന്നു, ഇതൊന്നും അവർക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സുജു, തീർച്ചയായിട്ടും ഈ ഫണ്ട് എന്ന ആരോപണം വസ്തുത്തിൽ അത് കഴമ്പുള്ളൊരു ആരോപണമല്ല. കാരണം ശബരിമലയെ സംബന്ധിച്ചോളം എക്കാലവും സ്പോൺസർമാർ, നമുക്കറിയാം ഇപ്പോൾ വിവാദത്തിലായ വിഷയങ്ങൾ ഉൾപ്പെടെ പറയാം, സ്പോൺസർമാർ എപ്പോഴും ശബരിമലയ്ക്ക് ഉണ്ടാകാറുള്ളതാണ്. അതിൽ പുതുമയൊന്നുമില്ല. ഗുരുവായൂർ ദേവസ്വത്തിലാണെങ്കിലും അങ്ങനെ കേരളത്തിലെ ഏത് ദേവസ്വം ബോർഡ്, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം മാത്രമല്ല മറ്റ് ദേവസ്വം ബോർഡുകളും സ്പോൺസർമാർ ആരാധനാലയങ്ങൾക്ക്, അത് ശബരിമല ക്ഷേത്രം മാത്രമല്ല ഏത് വിശ്വാസ കേന്ദ്രങ്ങളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ ആ വിശ്വാസ കേന്ദ്രങ്ങൾക്ക് സ്പോൺസർ ചെയ്യുക എന്നുള്ളത് പതിവുള്ള കാര്യമാണ്. അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വേണമെങ്കിൽ ദേവസ്വം ബോർഡിന് ശബരിമല മാസ്റ്റർ പ്ലാൻ മാത്രമല്ല ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡിനൊരു പ്ലാൻ തയ്യാറാക്കി അതുമായി മുൻപോട്ട് പോയാൽ മതി. അതിൽ നിയമപരമായി തടസ്സവുമില്ല. എന്നാൽ ദേവസ്വം ബോർഡ് വളരെ വിശാലമായി ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള മാത്രം തീർത്ഥാടകരല്ല, കേരളത്തിന് പുറത്തുനിന്ന് തമിഴ്നാട്, ആന്ധ്ര തുടങ്ങി അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള സുജു തുടരുക. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അജി കൂടി ചേരുകയാണ്. അജി, ഈ ഒരു സംഗമം, അയ്യപ്പ സംഗമം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുകയാണ്. അപ്പോൾ എന്തൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കുറേയധികം വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്, അത് അവിടെ നിൽക്കട്ടെ, ദേവസ്വം ബോർഡ് മുന്നിൽ കാണുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ വളരെ നേരത്തെ വ്യക്തമാക്കിയതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ആഗോളതലത്തിലുള്ള അയ്യപ്പന്മാരുടെ ഒരു സംഗമം സംഘടിപ്പിക്കണമെന്ന് ബോർഡ് തീരുമാനിച്ചത്.
ഞങ്ങളുടെ ഏറ്റവും പ്രഥമ ലക്ഷ്യം ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറ്റുക എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകുമ്പോൾ ഈ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ഒരു പരിച്ഛേദത്തെ ഒന്ന് സംഗമിപ്പിച്ച് അവരുടെയും കൂടി അഭിപ്രായം കേൾക്കുക, അവരുടെയും കൂടി സഹായ സഹകരണങ്ങൾ തേടുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇപ്പോ ശബരിമല മാസ്റ്റർ പ്ലാൻ, ശബരിമലയുടെ വികസനത്തിന്റെ ഒരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന ഈ സംഗമത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ. അതുപോലെ ശബരിമലയുടെയും അനുബന്ധ പ്രദേശങ്ങളുടെയും സമഗ്രമായിട്ടുള്ള വികസനം. പിന്നെ ക്രൗഡ് മാനേജ്മെന്റ്, ലക്ഷക്കണക്കിന് ഭക്തർ ശബരിമലയിലേക്ക് വരുമ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യാം, ആ വിഷയത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പിൽഗ്രിം ടൂറിസം, ഇങ്ങനെ കാതലായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത്. ഇന്നലെ വരെ ആഗോള അയ്യപ്പ സംഗമത്തെ വിമർശിച്ചവർ, എതിർത്തവർ 2 ദിവസങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട്. രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ പീഠത്തിൽ വരെ ഈ സംഗമം നടത്താതിരിക്കാനുള്ള കുൽസിത ശ്രമവുമായി പോയവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഞങ്ങൾക്ക് വലിയ പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോ രാവിലെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ വി എൻ വാസവൻ അവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് പമ്പയിൽ ഇപ്പോൾ ഒരു അവലോകന യോഗം കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ. വലിയ സ്വീകാര്യതയാണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ചരിത്ര സംഭവമാകാൻ പോവുകയാണ്. 3000 പേർ തീരുമാനിച്ചെങ്കിൽ ഇപ്പൊ ഏതാണ്ട് 5000 അടുത്തോളം രജിസ്ട്രേഷൻ വന്നൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. വലിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. ഈ ഞങ്ങളുടെ ഉദ്ദേശം പോലെ തന്നെ താഴ്ന്ന ജാതിക്കാർക്ക് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ എല്ലാ മതത്തിനും അതീതമായി എല്ലാവർക്കും ദർശനം നൽകുന്ന ഒരു വലിയ പവിത്രമായ കേന്ദ്രമാണ് ശബരിമല. തത്വമസി എന്ന് പറയുന്ന മഹത്തായ സന്ദേശം ലോകത്തിന് സംഭാവന ചെയ്ത ഒരു കേന്ദ്രമാണ് ശബരിമല. അതൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരു വലിയ ആത്മീയ പുണ്യ കേന്ദ്രമാണ് ശബരിമല. ആ സന്ദേശം ഞാൻ കൊടുക്കുന്ന ഈ ശബരിമലയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതൊരു വലിയ അളവിൽ വിജയിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. നന്ദി അജി പ്രതികരിച്ചതിന്. ഇപ്പോൾ സുജു ടി ബാബു തുടരുകയാണ്. സുജു, ഇപ്പോൾ പന്തളത്ത് അടുത്ത ദിവസങ്ങളിൽ ഒരു ബദൽ അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ അതിനവർ ആദ്യമൊക്കെ SNDPയെ സമീപിച്ചു, SNDP പിന്തുണയൊന്നും നൽകിയില്ല. NSSനെ സമീപിച്ചു, അവരും പിന്തുണ നൽകിയില്ല. അവസാനം പന്തളം കൊട്ടാരത്തിലെത്തി അവിടുന്നൊരു പിന്തുണ സംഘടിപ്പിക്കാനുള്ള ഒരു പരിപാടി നോക്കി. അപ്പോൾ അവിടെ നിന്ന് ഇന്നലെ പുറത്തിറക്കിയ റിലീസിൽ പറയുന്നത് കുടുംബത്തിൽ ആരോ മരണപ്പെട്ടു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ 27-ാം തീയതി വരെ അവർക്ക് പൊതുചടങ്ങുകളിലൊന്നും പങ്കെടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ പരിപാടിയിലും അവർക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കങ്ങൾ കേരളീയ സമൂഹം ഏതാണ്ട് വ്യക്തമായി തിരിച്ചറിയുന്നു എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുകയല്ലേ? തീർച്ചയായിട്ടും ഷമ്മി, അത് തന്നെയാണ് ഈ ചോദ്യം മന്ത്രി വി എൻ വാസവനോടും ഉയർന്നിരുന്നു. മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കുകയും ചെയ്തത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ. എന്നാൽ സുരേഷ് ഗോപി ഉൾപ്പെടെ ഈ ക്ഷണം ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അതായത് സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് മാത്രമല്ല കോൺഗ്രസിനും UDFിനൊക്കെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത് അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുമ്പോൾ നമുക്കറിയാം ശബരിമല എക്കാലവും വിവാദങ്ങളിൽ പെടുന്നു. പലപ്പോഴും ക്രൗഡ് മാനേജ്മെൻറ്റിൽ ഉള്ള പരാതികളും പരിഭവങ്ങളുമാണ് പലപ്പോഴും ഉയർന്നു വരുന്നത്. അതായത് തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട്, എന്നാൽ കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചയിൽ 3 വേദികൾ നടക്കുന്ന ഒരു വേദിയിലെ പ്രധാനപ്പെട്ട ചർച്ച തന്നെ ഈ ക്രൗഡ് മാനേജ്മെൻറ്റാണ്. എങ്ങനെയാണ് ഈ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുക? അപ്പോൾ സർക്കാർ തന്നെ സംസ്ഥാനത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ വിദേശത്തു നിന്നടക്കമുള്ള പ്രതിനിധികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെ ക്ഷണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ രജിസ്റ്റർ നടത്തിക്കൊണ്ടുള്ള ചർച്ചയെ തന്നെ ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് പ്രധാനപ്പെട്ട വിഷയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ BJPയും അതിൻ്റെ പിതൃത്വം അവകാശപ്പെടുന്ന RSSൻ്റെ അനുകൂല രാഷ്ട്രീയ സംഘടനകളൊക്കെ പങ്കെടുക്കേണ്ടതാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയാണ്. നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ ക്രൗഡ് മാനേജ്മെൻറ്റിൽ പാളിച്ച പറ്റിയാൽ അല്ലെങ്കിൽ പാളിച്ച പറ്റിയെന്ന് തോന്നിക്കുന്ന തലത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടായപ്പോലും ആദ്യം പ്രതിഷേധമായി എത്തുന്ന ആളുകൾ ഈ ബദൽ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്ന ആളുകൾ തന്നെയാണ്. അവരാണ് പലപ്പോഴും സുവർണാവസരം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത്തരം ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ സുവർണാവസരമായിരുന്നോ ഇത്തരം പ്രശ്നങ്ങൾ ഒരിക്കലും
ഉണ്ടാകാതിരിക്കാൻ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡ് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഈ ചർച്ച. എന്നാൽ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന ഒരു നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. ബദൽ അയ്യപ്പ സംഗമത്തിലേക്ക് പോകുന്നത്. എന്നാൽ മന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം ആര് സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും നിശ്ചയദാർഢ്യത്തോടെ നടപ്പാക്കുമെന്ന പറഞ്ഞ പദ്ധതികളെല്ലാം നടപ്പാക്കുന്ന ഒരു ചരിത്രമുണ്ട്. അതിന് ഉദാഹരണമായി വിഴിഞ്ഞം തുറമുഖം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ വിട്ടുനിന്നാലും സർക്കാർ ദേവസ്വം ബോർഡും മുമ്പോട്ട് വെക്കുന്ന ഏത് നിർദ്ദേശമാണോ അല്ലെങ്കിൽ ഇതിൽ ഉരുത്തിരിഞ്ഞുണ്ടാകുന്ന നിർദ്ദേശങ്ങൾ, അതായത് 3 ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങൾ നടപ്പാക്കാൻ പ്രത്യേക സമിതിയെ രൂപീകരിക്കും. അതനുസരിച്ച് മുമ്പോട്ട് നടപ്പാക്കും. ആ നടപ്പാക്കുന്ന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ സ്പോൺസർമാരുടെ ആവശ്യം പോലും ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്നാൽ ആ ഘട്ടത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ വെച്ച് ആരെങ്കിലും സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞാൽ അവരെ നിരുത്സാഹപ്പെടുത്തേണ്ട ആവശ്യവും സർക്കാരിനില്ല. എന്തായാലും ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നത് പരിതാപകരം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതുതന്നെയാണ് മന്ത്രി VN വാസവൻ ഉൾപ്പെടെ ഇന്നലെ കോടതിയും സുപ്രീം കോടതിയുടെ ഭാഗത്തും ചോദ്യം ഉയർന്നത്. ഒരു ദിവസത്തെ ഈ സമ്മേളനത്തിന് എന്തിനാണ് വിവാദത്തിൽ ആഴ്ത്തുന്നത്? അതുതന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യവും. എന്തുകൊണ്ടാണ് സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തുന്നത്? അതിന് ഏതാണ്ട് കൂട്ടുപിടിക്കുന്ന തരത്തിലായിരുന്നു സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായ തീരുമാനം. നമുക്കറിയാം, പ്രതിപക്ഷം നേതാവിനെ ക്ഷണിക്കാനായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഒപ്പം പോയ ഘട്ടത്തിലൊക്കെ അതിനോടൊക്കെ ഏത് തരത്തിലാണ് പ്രതികരണം നടത്തിയത്? എന്തായാലും ശബരിമലയുടെ സമഗ്ര വികസനത്തിന് നിർണായകമാകുന്ന ചർച്ചകൾ നടക്കുന്ന ഒരു സമ്മേളനത്തിൽ നിന്ന് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ കക്ഷികൾ അല്ലെങ്കിൽ രാഷ്ട്രീയം പേറുന്ന പക്ഷങ്ങൾ തന്നെ വിട്ടുനിൽക്കുന്നത് അത്യന്തം ഖേദകരം തന്നെയാണ്. ഷമി, സുജു, ഈ അയ്യപ്പൻ്റെ പേരിൽ ഇവർ നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ട്, നമ്മൾ മറന്നിട്ടില്ല അതൊന്നും. അപ്പോൾ നേരത്തെ സുജു പറഞ്ഞതുപോലെ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് RB ബാബു ചേരുകയാണ്. RB ബാബു, ഇപ്പോൾ ഞാൻ KP ശശികല ഇട്ടിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുകയായിരുന്നു. പമ്പയിലെ ശബരിമല ബോർഡ് മരാമത്ത് ഓഫീസ്, ഇവിടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കായി മണിയറ ഒരുക്കിയിരിക്കുന്നു, കട്ടിലുകൾ കൊണ്ടുവന്ന് നിറച്ചിരിക്കുന്നു. ഒരു പരിപാടിയോട് ഒരു എതിർപ്പുണ്ടാകാം, പക്ഷേ ആ വിമർശനത്തിനൊക്കെ ഒരു നിലവാരം ഉണ്ടാകുന്നത് നല്ലതല്ലേ RB ബാബു? താങ്കൾക്ക് അറിയാം, ശബരിമലയിൽ ഓരോ വർഷവും എത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ക്രൗഡ് മാനേജ്മെൻറ്റ്, പല ചിന്തയുള്ള വ്യത്യസ്തങ്ങളായ ഐഡിയകളുള്ള ഒരുപാട് മനുഷ്യർ, അയ്യപ്പ ഭക്തർ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അത്തരം ആൾക്കാർക്ക് ഒത്തുകൂടി തങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ഈ ക്രൗഡ് മാനേജ്മെൻറ്റ്, ശബരിമലയുടെ വികസനം? നമുക്കറിയാം, ഒരുപാട് പരിമിതിയുണ്ട് ശബരിമലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്. അപ്പോൾ അതിനെ ടെക്നോളജി ഉപയോഗിച്ചും മറ്റ് രീതിയിലും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും നമുക്ക് എങ്ങനെ അതിനെ മറികടക്കാം തുടങ്ങിയ നല്ല നിർദ്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞു വരാൻ പാകത്തിലുള്ള ഒരു കൂട്ടായ്മയെ എന്തിനാണ് ഈ ഹിന്ദു ഐക്യവേദിയും സംഘപരിവാറും ഇത്രയും ഭയക്കുന്നത്? ഹിന്ദു ഐക്യവേദി, സംഘപരിവാർ സംഘടനകൾ അയ്യപ്പ സംഗമത്തെ ഭയക്കുന്നൊന്നുമില്ല. ടീച്ചർ നടത്തിയ കമന്റ് ഏത് പശ്ചാത്തലത്തിലാണ് എന്ന് എനിക്കറിയില്ല. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അത്തരത്തിലൊരു പ്രതികരണം ടീച്ചർ നടത്തിയതിന്റെ പശ്ചാത്തലം എന്താണെന്ന് ടീച്ചറോട് തന്നെ ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ വലിയ രീതിയിലുള്ള ലക്ഷ്യം അയ്യപ്പ സംഗമത്തിനുണ്ട് എന്നുള്ളത് പൊതുസമൂഹത്തെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രചരണം മാത്രമാണ്. ആകെ അവിടെ ഈ അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായിട്ട് 10,000-3000-ഓളം പേര് ഒരുമിച്ച് കൂടുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ മിനിറ്റുകളാണ്. 1 മണിക്കൂർ തികച്ച് ചർച്ച ചെയ്യുന്നില്ല. ഈ 1 മണിക്കൂർ തികച്ചു പോലും ചർച്ച ചെയ്യാതെ ഈ 3000 പേര് വരുന്ന ആ ഒരു സമ്മേളനത്തിൽ നിങ്ങൾ എന്ത് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനാണ് പോണത്? ശ്രീ ബാബു, ഒരു മിനിറ്റ്. അവിടെ ഈ താങ്കൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും സംസാരിക്കാൻ അവസരം കുറവായിരിക്കാം. പക്ഷേ തങ്ങളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി ദേവസ്വം ബോർഡിന് കൈമാറാനുള്ള സൗകര്യം അവിടെ ഒരുക്കുന്നുണ്ട് ബാബു. അല്ല, അതിന് അയ്യപ്പ സംഗമം വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. വെബ്സൈറ്റിൽ ഒരു നിർദ്ദേശം ഇട്ടാൽ പോരെ. ശബരിമല മാസ്റ്റർ പ്ലാൻ ഓൾറെഡി ഉണ്ട് സർ. 2006 മുതൽ ശബരിമല മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഭക്തജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അങ്ങനെ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ നിലവിലുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ എവിടെ എത്തി? ആ മാസ്റ്റർ പ്ലാന്റെ സ്ഥിതി എന്താണിപ്പോ? ആ മാസ്റ്റർ പ്ലാൻ അനുവദിക്കപ്പെടുന്ന പണം ഞാൻ 2016 മുതൽ 2023 വരെ പിണറായി വിജയൻ ഗവൺമെന്റ് അനുവദിച്ചു എന്ന് പറയുന്ന 220 കോടി രൂപയുണ്ട്. എങ്ങനെയാണ് 140 കോടി രൂപയിൽ ലാപ്സ് ആയി പോയത്?
സ്വപ്ന ദർശൻ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച 100 കോടി രൂപയിലെ 80 കോടി രൂപയും എങ്ങനെയാണ് ലാപ്സായി പോയത്? ഇതിനാരാ ഉത്തരം പറയേണ്ടത്? എന്നിട്ട് പുതിയ നിർദ്ദേശങ്ങളിൽ നിന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അയ്യപ്പ സംഗമം? ശ്രീ ബാബു, ഇതൊരു പൊളിറ്റിക്കൽ ഗിമിക്കാണ് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി, അതിനപ്പുറത്തേക്ക് വേണ്ട. ഈ മാസ്റ്റർ പ്ലാൻ എന്നുള്ള ഒരു ഭാഗം മാത്രമാണോ? ഈ കാലത്തിൻ്റെ മാറ്റം ഭയങ്കരമായി എല്ലാ തലങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേവസ്വം ബോർഡ്, സർക്കാർ, മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് അതിൽ തന്നെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കാതെ ഈ കാലത്തിൻ്റെ മാറ്റം ഏതൊക്കെ തരത്തിൽ നമ്മുടെ ശബരിമലയ്ക്ക് ഉതകും എന്ന ഒരു ചർച്ച ഉയർന്നു വരുന്നു. അതിൽ സ്വീകാര്യമായവ സ്വീകരിക്കാം, അല്ലാത്തവ തള്ളിക്കളയാം. ഏതായാലും ഈ ലോകത്തിൻ്റെ ഈ കേരളത്തിൽ നിന്ന് മാത്രമല്ല, മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്നും ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും ഉള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. വിദേശങ്ങളിൽ നിന്നടക്കമുള്ള അയ്യപ്പ ഭക്തർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വ്യത്യസ്തമായ ചിന്തകൾ കാണും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയുടെ ആ ഒരു പാരിസ്ഥിതികമായ ഒരു പരിമിതി എപ്പോഴുമുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ ടെക്നോളജി അടക്കം ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. അല്ലാതെ ഈ മാസ്റ്റർ പ്ലാൻ, പണ്ടൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി അതുകൊണ്ട് അതിൽ തന്നെ കെട്ടിപ്പിടിച്ചിരിക്കണം, ഇനി ഒരു മാറ്റവും അവിടെ പറ്റില്ല എന്ന ചിന്താഗതിയല്ലല്ലോ വേണ്ടേ. അതിൽ ശരിയെന്ന് തോന്നുന്ന നിർദ്ദേശങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാം, അല്ലാത്തവ തള്ളിക്കളയാം. പക്ഷേ അതിൽ പങ്കെടുക്കുക, അത് വേണ്ട, അങ്ങനൊരു സാധനമേ വേണ്ട. ഇപ്പോൾ ബാബു തന്നെ എത്രയോ പ്രാവശ്യം കഴിഞ്ഞ തവണ ദർശനത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു മണ്ഡലകാലം കടന്നുപോയി. അതിനു മുമ്പ് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ചർച്ച ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് ബ്രോഷറിൽ അടിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, മാസ്റ്റർ പ്ലാൻ മാത്രമല്ലല്ലോ നമ്മൾ ഈ മാസ്റ്റർ പ്ലാനിൽ മാത്രം നിൽക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് അതല്ല, അതിലെ പുരോഗമനപരമായ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഭാഗമായി നിൽക്കുകയും ശബരിമലയെ സ്നേഹിക്കുന്ന ആൾക്കാരെന്ന് പറയപ്പെടുന്ന നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നിൽക്കുന്നതിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങൾ എന്തിനാണ് ഈ ഹൈക്കോടതിയിലേക്ക് ഓടുന്നത്? അവിടെ നിന്ന് പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്? അതിൽ ഈ പറയുന്നത് പോലെ ഒരു ദിവസം കൊണ്ട് അവിടെ എന്തെങ്കിലും മാറ്റം വരുത്തുന്നു എന്നല്ലല്ലോ. ഒരു സമ്മേളനം നടത്തുന്നു, അതിൽ കുറേ ആൾക്കാർ പങ്കെടുക്കുന്നു, അതിൽ നല്ലതിനെ ഉൾക്കൊള്ളുന്നു, അല്ലാത്തവ തള്ളിക്കളയുന്നു. അത്രയല്ലേ ഉള്ളൂ വിഷയം. എന്റെ പ്രതികരണത്തിന് വേണ്ടിയാ വിളിച്ചത്, പക്ഷെ സംസാരിക്കുന്നത് മുഴുവൻ നിങ്ങളാണ്. പോട്ടെ, പറയാം. നിങ്ങൾ ആ ബ്രോഷർ വായിച്ചോ? ആ ഇൻവിറ്റേഷൻ വായിച്ചോ? ശബരിമല അയ്യപ്പ സംഗമത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള ബ്രോഷർ വാസവനും പ്രശാന്തും കൂടി ഇറക്കിയിട്ടുള്ള ബ്രോഷർ വായിച്ചോ? ഇവിടെ ഇപ്പോൾ അത് വായിച്ചിരുന്നു. വായിച്ചിരുന്നോ? എന്നാൽ അത് വായിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് വായിക്കണം, എന്നിട്ട് എന്നെ വിളിക്കണം. പറയൂ. വായിച്ചാൽ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ഈ ശബരിമല അയ്യപ്പ സംഗമം എന്തിനു വേണ്ടിയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപരവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ മാനവികതയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ അയ്യപ്പ സംഗമം എന്താണ്? അപരവൽക്കരണം എന്താണ്? ഈ മാനവികത ശബരിമല അയ്യപ്പ സംഗമത്തിൽ അവിടെ അടിസ്ഥാന വികസനം, സൗകര്യം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഏത് പൊളിറ്റിക്കൽ ടൈമാണ്? എന്ത് പൊളിറ്റിക്കൽ ടൈമാണ് ഇതിന് ഉപയോഗിക്കുന്നത്? മാനവികതയുടെ ഏറ്റവും വലിയ കേന്ദ്രമല്ലേ ശബരിമല? അയ്യപ്പനും ബാവരും ഒരുമിച്ചിരിക്കുന്ന മാനവികത പ്രചരിപ്പിക്കാനാണോ അയ്യപ്പ സംഗമം? അതോ ശബരിമലയുടെ വികസനം നടത്താനാണോ? ശബരിമല എന്ന് പറയുന്നത് ഇത്രയും ശ്രീ ബാബു മതസൗഹാർദ്ദത്തിന്റെ ഇതുപോലെ ഒരു പ്രതീകം. സൗഹാർദ്ദമൊക്കെ ഇരിക്കട്ടെ, ഇതൊക്കെ ശബരിമല മതസൗഹാർദ്ദത്തിന്റെ പേരിലാണ് സംഘടിപ്പിക്കുന്നത്. അത് പറയൂ നിങ്ങൾ. അല്ല, അതും ഒരു ഘടകമാണ്. മാനവികതയുടെ പ്രചരണം നടത്താനാണ് ശബരിമലയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിളിക്കൂ. തീർച്ചയായും നിങ്ങൾ വിളിച്ചിരിക്കുന്നത് ശബരിമലയുടെ വികസനം ചർച്ച ചെയ്യാനാണ്. ശബരിമലയിൽ അയ്യപ്പന്മാരിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന അവിടെ വരുന്ന ആൾക്കാരിൽ നിന്നും അവിടുത്തെ വികസനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനാണ്. ഇതൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അവിടെ മാനവികത ചർച്ച ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. തീർച്ചയായും നിങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു സർ. നിങ്ങൾ നിങ്ങൾ പൊതുവഴിയിൽ പെരുവഴിയിൽ മുണ്ടഴിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോ. നിങ്ങൾക്ക് ഒരു ന്യായീകരണവും പറയാനില്ല. നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു ആദ്യം? ഇത് സർക്കാരല്ല. ശ്രീ ബാബു, നിങ്ങൾ ആദ്യം പിന്നെ NSS ആസ്ഥാനത്ത് എന്നു ഇതിന് പിന്തുണ കൊടുക്കരുതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അത് നടക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ SNDPയുടെ ആസ്ഥാനത്ത് എന്നു, അവിടെയും അവരും നിങ്ങളെ പിന്തുണച്ചില്ല. പിന്നീട് കഴിയുന്നിടത്തെല്ലാം നിങ്ങൾ ചെന്നു, ആരും നിങ്ങളെ പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന വാദത്തിന് എത്ര പ്രസക്തിയുണ്ട് എന്ന് സ്വയം ഒന്ന് ആലോചിക്കരുതോ? ഞാൻ അതിന്റെ ഒരു ലോജിക്ക് എന്താണെന്നറിയാമോ? നിങ്ങളുടെ ലോജിക്കില്ലായ്മ. ആളുകൾ എത്ര പേര് പിന്തുണയ്ക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ ഒരു ഉയർത്തുന്ന വിഷയത്തിന്റെ പ്രസക്തി അളക്കുന്നത്? അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നേ? ഒരു വിഷയത്തിന്റെ പ്രസക്തി എത്ര പേര് പിന്തുണയ്ക്കുന്നു എന്നുള്ളതിന്റെ ബേസിലാണോ?
എത്ര മണ്ടത്തരമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ അങ്ങനെയല്ലല്ലോ ഈ ശബരിമല സമരകാലത്തൊക്കെ ശ്രീ ബാബു നിങ്ങൾ എടുത്ത പറയൂ ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. നമുക്ക് നല്ല രീതിയിൽ സംസാരിച്ചു പോവാം. NSSO, SNDPയോ, KPMSോ അല്ലെങ്കിൽ മറ്റ് ഹൈന്ദവ സംഘടനകളോ അവരുടേതായിട്ടുള്ള സ്വതന്ത്രമായ നിലപാടുകൾ വ്യത്യസ്തമായ രീതിയിൽ പല സന്ദർഭങ്ങളിൽ ഞങ്ങളോട് യോജിച്ചും വിയോജിച്ചും പറഞ്ഞിട്ടുണ്ട്. ശബരിമല ഈ പ്രക്ഷോഭത്തിന്റെ സമയത്ത് നവോത്ഥാന സമിതിയുടെ ചെയർമാനായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ, നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പോഴും ആണല്ലോ. പക്ഷെ അന്നത്തെ ആ അദ്ദേഹത്തിന്റെ നിലപാടല്ല ഇന്ന് അദ്ദേഹത്തിനുള്ളത്. ഇന്ന് അദ്ദേഹം ഈ യുവതീ പ്രവേശന വിഷയത്തിൽ നിലവിലുള്ള ആചാരം നിലനിൽക്കണമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു സമീപനാണ്. അന്ന് നവോത്ഥാനം അതിൽ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ആ സംരംഭത്തോട് ചേർന്ന് നിന്ന ആളാണ്. അപ്പോ അദ്ദേഹത്തിനടക്കം അപ്പോ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഈ സംഘടനകൾക്കൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പല കാലഘട്ടങ്ങളിലും ഉണ്ടാവും. ഞങ്ങളുടെ അഭിപ്രായവും അവരുമായിട്ട് ചേർന്ന് ഒരു സമവായത്തിന്റെ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, ഹൈന്ദവ സമൂഹമാണ്. ഒരു ഏകീകൃത നിലപാടിലേക്ക് എല്ലാവരും വരിക എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും നടന്നിട്ടില്ലാത്തൊരു സംഭവമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റു സമൂഹങ്ങളെ പോലെ, മതസമൂഹങ്ങളെ പോലെ ഒരു ഏകീകൃത നിലപാട് ഒരു കാലത്തും ഹിന്ദു സമൂഹങ്ങൾക്ക് ഉണ്ടാവാറില്ല. ജാതിയുടെ പേരിലും മറ്റു പല പേരിലും രാഷ്ട്രീയമായിട്ടും വിഘടിച്ചു നിൽക്കുന്ന സമൂഹത്തിൽ ഒരു ഏകാഭിപ്രായം കൊണ്ടുവരിക ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്, CPM വ്യാപകമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? കേരളത്തിൽ ഹിന്ദുക്കൾ പിന്തുണയ്ക്കുന്നത് ഞങ്ങളെയാണ്. CPM പറയുന്നത് അങ്ങനെയല്ലേ? ഞാൻ അതിന് ചലഞ്ച് ചെയ്യുന്നു. നിങ്ങൾക്ക് അതിനെ എന്റെ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞാൻ പറയുന്നു ഹിന്ദുക്കൾ CPMനേക്കാൾ കൂടുതൽ ഇവിടുത്തെ സംഘപരിവാർ സംഘടനകളെ പിന്തുണയ്ക്കുന്നുവെന്ന്. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇത് ചലഞ്ചിന്റെ വിഷയമൊന്നും അല്ലല്ലോ RV ബാബു. നമ്മളിപ്പോൾ നമ്മളുടെ മുന്നിൽ കാണുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ വലിയ തോതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് NSSന്റെ അടുത്ത് ചെന്നു, അവർ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു. SNDPയുടെ അടുത്ത് ചെന്നു, അവർ നടക്കില്ല എന്ന് പറയുന്നു. KPMSന്റെ അടുത്ത് ചെന്നു, അവിടെയും നടക്കില്ല എന്ന് പറയുന്നു. നിങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോയി, അവരും അംഗീകരിച്ചില്ല. സുപ്രീം കോടതിയിൽ പോയി, അവരും അംഗീകരിച്ചില്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആവുന്ന ആരാണ് എന്ന് തിരിച്ചറിയുന്നില്ലേ ബാബു? നിങ്ങൾ പറയുന്നതൊന്നും ഈ സമൂഹത്തിന് ഒട്ടുമേ നിങ്ങളൊരു കൂട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന ഒരു സാമ്രാജ്യത്തിലെ ചക്രവർത്തിയും രാജാക്കന്മാരുമായി നിങ്ങൾ സ്വയം KP ശശികലയും RV ബാബുവും മാറിക്കഴിയുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് ഈ സമൂഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നേയില്ല. സമൂഹം എന്താണ് എന്ന് ചിന്തിക്കുന്നത് മനസ്സിലാകാത്തത് കൊണ്ടാണോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM വീടുകൾ തോറും കയറി ഇറങ്ങി ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞത്? ഇത് ആർക്കാ മനസ്സിലാവാത്തെന്ന്? സമൂഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവാത്തത് ആർക്കാണ്? ഞങ്ങൾക്കല്ല, തീർച്ചയായും പാർട്ടിയാണ് ഈ പറയുന്ന രീതിയിൽ. ഇപ്പൊ ഈ അയ്യപ്പ സംഗമം എന്തിനു വേണ്ടിയാ? അയ്യപ്പ സംഗമം അവിടുത്തെ ശബരിമല വികസനവും കാര്യങ്ങളും വേണ്ടി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ഈ CPM ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളൊന്നും CPMന്റെ കൂടെ ഇല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ അത് വ്യക്തമായില്ലേ? കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഹൈന്ദവ സമൂഹത്തിലെ 40% പേര് പിന്തുണയ്ക്കുന്നത് ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെയാണ്. 40%. ഞാൻ കണക്ക് വെച്ചാ പറയുന്നേ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന അമിത്ഷാ കേരളത്തിലെ പൊതുവേദികളിലെല്ലാം പറഞ്ഞ ഒരു കണക്കുണ്ട്, 74-76 BJPക്കെന്ന്. ആ കണക്കുകൾ നിങ്ങളിങ്ങനെ നിരന്തരമായി പറയുന്നതാണ് ശ്രീ ബാബു. പക്ഷേ കേരളീയ സമൂഹം ചിന്തിക്കുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇത് തമ്മിൽ സമാന്തരമായ ഈ റെയിൽ പാളങ്ങൾ പോലെ ഇങ്ങനെ പോകുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എത്രയൊക്കെ സമരം നടത്തിയാലും, നിങ്ങൾ ശബരിമലയുടെ പേരിൽ സുവർണാവസരമാക്കി ഉപയോഗിക്കാനൊക്കെ ശ്രമിച്ചിട്ടും കേരളീയ സമൂഹം നിങ്ങൾക്ക് പിടിതരാത്തതിൻ്റെ കാരണം അതാണ്. കേരളീയ സമൂഹം ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്തായാലും ഈ ശബരിമല സംഗമത്തിലുള്ള എതിർപ്പ് എന്തൊക്കെയാണ് എന്നുള്ളത് RV ബാബു വെളിപ്പെടുത്തി. നന്ദി ശ്രീ ബാബു പ്രതികരിച്ചതിന്. ഇപ്പോൾ സുജു ടി ബാബു കൂടി തുടരുകയാണ്. സുജു, നാളെ എപ്പോഴാണ് സംഗമം ആരംഭിക്കുന്നത്? പരിപാടികളുടെ വിശദാംശങ്ങൾ.
ഷമി, നാളെയല്ല, നാളെ കഴിഞ്ഞ് 20-ാം തീയതിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുക. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാക്കിയ പ്രത്യേക പന്തലിൽ ഈ രാവിലെ 10:30-ക്കാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷമാണ് പ്രധാനപ്പെട്ട ചർച്ചകൾ. ഇപ്പോൾ തന്നെ RV ബാബു ഇതിനോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹം ഈ ബ്രോഷറിലെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിറക്കിയ നോട്ടീസിലെ ചില വാക്കുകൾ എടുത്തു ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ആഗോള സുജു, ഇപ്പോൾ PS പ്രശാന്ത് കൂടി ചേരുകയാണ്. PS പ്രശാന്ത്, ഇപ്പോൾ RV ബാബു, ഹിന്ദു ഐക്യവേദിയുടെ RV ബാബു സംസാരിക്കുകയായിരുന്നു. RV ബാബു പറയുന്നത് ഈ രാഷ്ട്രീയമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഒരു സംഗമം വിളിച്ചു ചേർക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നില്ല, കാലത്തിൻ്റെ ഒരു മാറ്റത്തിനനുസരിച്ച് ശബരിമലയ്ക്ക് പുരോഗതി ഉണ്ടാകണം, അതിന് എല്ലാ തരത്തിലുമുള്ള മനുഷ്യരുടെ ചിന്തകൾ, അയ്യപ്പ ഭക്തരുടെ ചിന്തകൾ, ഐഡിയകൾ അത് മുന്നോട്ട് വരണം, അതിൽ പ്രായോഗികമായവ സ്വീകരിക്കണം, അത് നടപ്പിലാക്കണം. അത്തരത്തിലൊരു കൂട്ടായ്മയാണ് ഇത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് അംഗീകരിക്കാനേ കഴിയുന്നില്ല. ശ്രീ പ്രശാന്ത്. അല്ല, ഇതില് രാഷ്ട്രീയമൊക്കെ ഇതിപ്പോ വന്ന് രാഷ്ട്രീയമുള്ളത് അവർക്കാണ്. ഞങ്ങൾക്ക് ഇതിലൊരു രാഷ്ട്രീയമില്ല. നിങ്ങൾ നോക്കൂ, പിന്നെ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. സർക്കാരിന് ഇതിലെന്ത് കാര്യം, സർക്കാരിന് ഇത് എന്ത് റോൾ എന്ന് ചോദിക്കുന്നതിലൂടെ എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ. 70 ദിവസത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം നടത്തുന്നത് ആരാ? 70 ദിവസമാണെന്ന് ഓർക്കണം. അത് ദേവസ്വം 55 ലക്ഷമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയത്. അത് ദേവസ്വം ബോർഡിനെ കൊണ്ട് മാത്രം കൂട്ടുന്ന കാര്യമാണോ? അവിടുത്തെ ക്രൗഡ് മാനേജ്മെന്റ്, അവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങൾ, അവിടുത്തെ വെള്ളം, വെളിച്ചം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദേവസ്വം ബോർഡിന് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതേ മാതൃകയിൽ തന്നെയാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെ പിന്തുണയോടുകൂടി എങ്ങനെയാണോ സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണിതും. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുറെ പ്രതിനിധികൾ വരുന്നു. ദേവസ്വം ബോർഡിന് മാത്രം കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ പമ്പയിൽ നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി ഉൾപ്പെടെ നമ്മുടെ DGP ADGP ഉൾപ്പെടെ വന്ന് നിൽക്കുകയാണ്. അവർക്ക് ഇവിടെ വന്നാൽ അവർക്ക് കുഴപ്പമില്ലാതെ അവരെ എല്ലാം സംഘടിപ്പിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അത് ദേവസ്വം ബോർഡിനെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടുന്ന കാര്യമാണോ? അപ്പൊ ഇതിൽ എന്തിനാ ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ദേവസ്വം ബോർഡിനെ മാത്രം കൊണ്ട് വിദേശത്തു നിന്ന് വരുന്ന പ്രതികളെ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പ്രതികളെയും കൊണ്ട് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ ഇത് വെറും ബാലിശമാണ്. സത്യത്തിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് നമ്മൾ ചെയ്യുന്ന അതേ മെക്കനൈസേഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് വ്യത്യസ്തമായി പറയാനൊന്നുമില്ല. പിന്നെ വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ ചില കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ശബരിമലയുടെ വികസനമാണ് നമുക്ക് ആവശ്യം. അപ്പൊ RV ബാബു പറയുന്നത് അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്, ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടോ? അതൊന്നും ചെയ്യാതെയാണോ ഇത്തരത്തിലൊരു സംഗമം? ഞാൻ പറയുന്നത് ഇവരെന്താ പറയുന്നത്, ഞാൻ പറയുന്നത് കഴിഞ്ഞ 10-15 വർഷക്കാലമായി ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്നു, ഹൈപ്പവർ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്നു, അത് പിന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് എത്രയോ കാലങ്ങളായിട്ട് സർക്കാർ മാറി വരുന്ന സർക്കാരുകൾ ഈ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ കൊണ്ടൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ആ മാസ്റ്റർ പ്ലാൻ 4 മാസങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റ് അംഗീകരിച്ചു. അത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അംഗീകരിച്ചതാണ്. 4 മാസങ്ങൾക്ക് മുമ്പ് ആഗോള ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് സർക്കാർ അംഗീകരിച്ചു. അപ്പോഴാണ് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി വരുന്നത്. ഞങ്ങളോട് ചില വിദേശത്തു നിന്നുള്ള ഭക്തർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അപ്പോഴാണ് ഈ മാസ്റ്റർ പ്ലാൻ വരുന്നത്. അപ്പൊ മാസ്റ്റർ പ്ലാനും അവരുടെ ആവശ്യം, വിദേശത്തു നിന്നുള്ള ആളുകളുടെ അവരുടെ പിന്നെ പ്രതിനിധികളുടെ പ്രശ്നങ്ങളും അത് ചർച്ച ചെയ്യുവാനും ആഗോള അയ്യപ്പ സംഗമവുമായി അല്ലെങ്കിൽ ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും ഒക്കെ ഒരു വേദിയായത് മാറ്റാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുപോലെ അതാണ് അതില് ശബരിമലയുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്. മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് കേവലം ഒരു മാസ്റ്റർ പ്ലാൻ അല്ല. ഇവിടെ പ്രകൃതി സൗഹൃദമായ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പൊ അതിവിടെ ചർച്ച ചെയ്യുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് 15-16 രാജ്യത്തിലെ പ്രതിനിധികൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് ചിലപ്പോൾ ചില മോഡലുകൾ പറയാനുണ്ടാവും. ആ മോഡലുകൾ ഞങ്ങൾ എടുക്കുന്നു, ആ മോഡലുകൾ അതിൽ ചർച്ച ചെയ്യുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? മാസ്റ്റർ പ്ലാൻ മാത്രമല്ലല്ലോ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ക്രൗഡ് മാനേജ്മെന്റ് ഒരു പ്രശ്നമല്ലേ? ശബരിമലയിൽ എല്ലാ കാലവും പ്രശ്നം ഉണ്ടാകുന്ന എല്ലാ വർഷവും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയല്ലേ അത് ക്രൗഡ് മാനേജ്മെന്റ്. അതിനെ എങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി എങ്ങനെ നന്നാക്കി എടുക്കാം? അതൊന്ന്.
രണ്ടാമത്തെ സബ്ജക്റ്റ് അതാണ്. മൂന്നാമത്തെ സബ്ജക്റ്റ് പിൽഗ്രിം ടൂറിസം. കേരളത്തിലെ ആരാധനാലയവുമായി എങ്ങനെ ശബരിമലയെ കണക്ട് ചെയ്യാം, ഇന്ത്യയിലെ വിവിധ ആരാധനാലയങ്ങളുമായി എങ്ങനെ ശബരിമലയെ കണക്ട് ചെയ്യാം, അങ്ങനെ മൊത്തത്തിലൊരു ഇത് ഈ ചർച്ചകളുടെ എല്ലാം ഒരു കൺസോൾട്ടേറ്റഡ് നോട്ട് ഉണ്ടാവും, ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. ആ കോൺസെപ്റ്റ് നടപ്പിലാക്കുവാൻ ഒരു ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വകുപ്പിന്റെയും നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിയിൽ എല്ലാ മേഖലയിലും ഒരു പങ്കാളിത്തവും ഉണ്ടാവും. ആ ഒരു കമ്മിറ്റി ഹൈപ്പവർ കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ശബരിമലയുടെ വികസനം സാധ്യമാവും. അതിപ്പോ ഇന്നോ നാളെയോ മറ്റന്നാളോ എന്നുള്ള വളരെ പെട്ടെന്ന് തന്നെ എത്രയും എയർലി ആസ് പോസിബിൾ നമുക്ക് ശബരിമലയുടെ വികസനം. പ്രശാന്ത്, ഇതുമായി ബന്ധപ്പെട്ട് ഈ RB ബാബു ചോദിച്ചൊരു കാര്യം, അവിടെ 3000-ഓളം പേർ വരുന്നുണ്ട്. അവിടെ ആർക്ക് സംസാരിക്കാൻ സമയം കിട്ടും? എന്ത് ചർച്ചയാണ് അവിടെ നടക്കാൻ പോകുന്നത്? ഞാൻ പറയുന്നത് ഈ ലോകത്ത്, ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ ലോകത്ത് സംസാരിക്കുക മാത്രമാണോ? നമുക്ക് എങ്ങനെയെല്ലാം ഇത് അവരുടെ അഭിപ്രായം ഒപ്പിയെടുക്കാൻ സാധിക്കും? നമുക്ക് എങ്ങനെ ഗൂഗിൾ ഷീറ്റിലൂടെ നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കും അവരുടെ ഒപ്പീനിയൻ? ഒന്നും വേണ്ടെന്നേ. ഞാൻ പറയുന്നത് നമ്മളൊരു ഒരു 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 ഫോർമാറ്റ് കൊടുത്താൽ അതനുസരിച്ച് അവരുടെ ഒപ്പീനിയൻ എടുക്കാൻ പറ്റും. എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്നേ. സ്കാൻ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ തീർച്ചയായും അതൊക്കെ ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്ത്, ഈ ആശയവിനിമയത്തിന്റെ കാലത്ത്, ആശയവിനിമയത്തിന്റെ വിസ്ഫോടന കാലത്ത് എങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റും ചോദിക്കുന്നത്. പിന്തിരിപ്പൻ ആശയങ്ങൾ അവരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയട്ടെ. ഇത് ഈ പറയുന്നത് പോലെ ശബരിമലയുടെ വികസനം മാത്രമല്ല, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 1200-ഓളം ക്ഷേത്രങ്ങളുടെ വികസനം കൂടിയാണ് എന്നത് ഇവർ തിരിച്ചറിയണം. ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞോട്ടെ. ഇവിടെ ഈ കോവിഡ് വന്നല്ലോ. ഈ കോവിഡ് വന്ന സമയത്ത് എല്ലാ ക്ഷേത്രങ്ങളും അടഞ്ഞു കിടന്നു. എല്ലാ ക്ഷേത്രങ്ങളും, പല ക്ഷേത്രങ്ങളും, പ്രൈവറ്റ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളും അടഞ്ഞു കിടന്നു. പക്ഷെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ അടഞ്ഞില്ല. എല്ലാ യഥാവിധി ആചാരങ്ങൾ പൂർത്തിയാക്കി നിവേദ്യങ്ങൾ നൽകിയാണ് പോയത്. അത് സാധ്യമായത് നമ്മുടെ ഈ ഗവൺമെന്റിന്റെ അവകാശമില്ലാന്നൊക്കെ പറയുമ്പോഴാണ്. ഗവൺമെന്റിന്റെ കൊടുത്ത 141 കോടി രൂപ ചെലവാക്കിയാണ് ആ കോവിഡ് കാലത്ത് പ്രസാദങ്ങൾ നിവേദിച്ച് എല്ലാ ദിവസവും അമ്പലം തുറന്ന് മുന്നോട്ട് പോയത്. ഈ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയാണ്. അത് മറന്നു പോരുത്. മാത്രമല്ല അന്ന് 141 കോടി രൂപ ശമ്പളം കൊടുത്തത് ഗവൺമെന്റാണ്, സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ ആരാധനാലയങ്ങളെയും, അതിപ്പോ ശബരിമല മാത്രമല്ല, എല്ലാ ആരാധനാലയങ്ങളെയും സഹായിക്കുവാനും പരിരക്ഷിക്കുവാനുള്ള ഒരു ബാധ്യത സർക്കാരുകൾക്കില്ലേ? അപ്പൊ ഇതിനെയൊക്കെ കാടടിച്ച് വെടിവെക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയം ഇപ്പൊ ഞങ്ങൾക്കല്ല, രാഷ്ട്രീയം പറയുന്നത് ഇവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഇതൊക്കെ മാറ്റി വരുന്നത്. ഇപ്പം RB ബാബു, അദ്ദേഹം ഞങ്ങളുടെ നല്ല സുഹൃത്താണ്. അദ്ദേഹം ഞങ്ങളുമായി നന്നായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹവും ഇതോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും നന്ദി ശ്രീ PS പ്രശാന്ത് പ്രതികരിച്ചതിന്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. ഗ്യാനേഷ് കുമാർ വോട്ട് കൊള്ളയടിക്കുന്നവരെ സംരക്ഷിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും വോട്ട് കൊള്ളയുടെ തെളിവുകൾ പുറത്തുവിട്ടാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത്. അതേസമയം ഹൈഡ്രജൻ ബോംബ് പിറകെ വരുന്നുണ്ടെന്നും രാഹുൽ മുന്നറിയിപ്പ് നൽകി. വോട്ട് കൊള്ളയ്ക്കെതിരായ രണ്ടാം ഘട്ട വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ അതീവ ഗുരുതര ആരോപണം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. വോട്ട് കൊള്ളയടിക്കുന്നവരെ ഗ്യാനേഷ് കുമാർ സംരക്ഷിക്കുന്നുവെന്ന് ആവർത്തിച്ച രാഹുൽ ഗാന്ധി വോട്ട് കൊള്ളയുടെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടു. കർണാടകയിലെ അലന്ത്, മഹാരാഷ്ട്രയിലെ രജൂര തുടങ്ങിയ മണ്ഡലങ്ങളിലെ വോട്ട് കൊള്ളയുടെ തെളിവുകൾ വ്യക്തമാക്കിയാണ് രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ രംഗത്തെത്തിയത്. കർണാടകത്തിലെ അലന്ത് മണ്ഡലത്തിൽ 6018 വോട്ടുകളാണ് ഒഴിവാക്കിയത്. വോട്ടർമാരുടെ പേരിൽ ഫേക്ക് ലോഗിനുകൾ സൃഷ്ടിച്ചാണ് പേരുകൾ ഡിലീറ്റ് ചെയ്തത്. ഇവയെല്ലാം കർണാടകത്തിന് പുറത്തുനിന്നുള്ള ഫോൺ നമ്പറുകളാണ്. ചില ഐഡികളിൽ നിന്ന് 36 സെക്കൻഡിനുള്ളിലാണ് 2 അപേക്ഷകൾ നൽകിയത്. മിക്ക അപേക്ഷകളിലും ഒരേ സീരിയൽ നമ്പറുകൾ. ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകളെയും രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു. Here's example 2. Suryakant, this gentleman apparently deleted 12 voters in 14 minutes. That's one of the people. That's one. Namaskar bhi aiye. Babita Chaudhary is one of the votes that he is supposed to have deleted. Aiye bhaiya. He is supposed to have deleted. This is the gentleman. Ye inka vote delete kiya ja raha tha. പ്രതിപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് കൊള്ള നടന്നിരിക്കുന്നത്. കർണാടകയിലെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്തപ്പോൾ മഹാരാഷ്ട്രയിലെ രജൂരിയിൽ 6850 വോട്ടുകൾ ചേർത്തുവെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. Maharashtra, Rajora, same idea.
6,850 targeted voters added. Aland we caught deletions, Rajora we caught additions. But the basic idea is the same. കർണാടക CID വിവരങ്ങൾ തേടി 18 കത്തുകൾ നൽകിയിട്ടും മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല. വോട്ട് കൊള്ള ചെയ്യുന്നവരെ ജ്ഞാനേഷ് കുമാർ സംരക്ഷിക്കുകയാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ കർണാടക CID ആവശ്യപ്പെട്ട തെളിവുകൾ നൽകാൻ തയ്യാറാകണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അതീവ ഗുരുതര ആരോപണം തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് ജ്ഞാനേഷ് കുമാർ എന്ത് മറുപടി നൽകുമെന്നതാണ് ഏവരും ഇനി ഉറ്റുനോക്കുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ കിരൺ രാജിനൊപ്പം വിഷ്ണു തലവൂർ. വിഷ്ണു ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. വിഷ്ണു, ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനത്തിൽ വോട്ട് ചോരിയെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് വിശദമാക്കിയത്? ഷമി, ഈ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ രണ്ടാം ഘട്ട വാർത്താ സമ്മേളനമായിരുന്നു ഇന്ന് രാവിലെ ദില്ലിയിൽ നടന്നത്. അതിൽ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ജ്ഞാനേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം തന്നെയാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത് ഈ വോട്ട് കൊള്ള നടത്തുന്നവരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ജ്ഞാനേഷ് കുമാർ സംരക്ഷിക്കുന്നു എന്നതാണ്. രണ്ട് ഉദാഹരണങ്ങൾ കൂടി രാഹുൽ ഗാന്ധി തെളിവുകളായി മുന്നോട്ട് വെച്ചിരുന്നു. അതായത് കർണാടകയിലെ അലന്ത് മണ്ഡലവും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ രജൂര മണ്ഡലവും, ഈ രണ്ട് മണ്ഡലങ്ങളും വലിയ തോതിൽ വോട്ട് കൊള്ള നടന്നു എന്നതാണ് രാഹുൽ ഗാന്ധി തെളിവുകളടക്കം ചൂണ്ടിക്കാട്ടിയത്. കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ 6000-ലധികം വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനായി പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു. ചില ആളുകളുടെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യാപകമായി വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം കർണാടകയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഇവരുടെ പേര് വെട്ടിമാറ്റിയ ആളുകളെ പോലും ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് മുന്നിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചിരുന്നു. അതിൽ സൂര്യകാന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് 12 വോട്ടുകളായിരുന്നു ഒഴിവാക്കിയത്. ആ 12 വോട്ടുകൾ ഒഴിവാക്കിയ സൂര്യകാന്തിനെയും അതോടൊപ്പം തന്നെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കപ്പെട്ട മറ്റുള്ളവരെയും രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തു. അത്തരത്തിലാണ് തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി ഇന്ന് വലിയ തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലെ രജൂരിയിൽ ഇത്തരത്തിൽ 6800ഓളം വോട്ടുകൾ ആഡ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊരു കാര്യം കൂടിയാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. എന്തായാലും ഇതിനൊക്കെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രത്യേക സോഫ്റ്റ്വെയർ ആണ്. മൊബൈലുകൾ ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്തു നിന്നാണ് മൊബൈലുകൾ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം കർണാടക അലന്ത് മണ്ഡലത്തിലെ ഈ വലിയ വോട്ട് കൊള്ളയിൽ 2023 പരാതി രജിസ്റ്റർ ചെയ്തിരുന്നു, പരാതി നൽകിയിരുന്നു. അതിനുശേഷം കർണാടക CID കേസ് അന്വേഷിക്കുന്നുണ്ട്. കർണാടക CID കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ഈ വോട്ട് ചോരുന്ന അതിൻ്റെ പല എവിഡൻസുകളും നൽകണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് ഇത്തരത്തിൽ വിഷ്ണുവാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.